എനിക്കൊരൊറ്റ ദിവസത്തോട് റിസൾട്ട് കിട്ടിയ സംഭവമാണ് ഗൈസ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലതുപോലെ താരനും പിന്നെ മുടികൊഴിച്ചിലുണ്ടായിരുന്നു. എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ അവിടുത്തെ വെള്ളം പറ്റാതെ വന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു താരനും പിന്നെ നല്ലതുപോലെ മുടികൊഴിച്ചിലും. അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്ത ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരക്കയുടെ തളിരിലയും പിന്നെ ചുവന്നുള്ളിയും പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിന്റെ കേടാണ്. ഇതൊരു 10 രൂപയുടെ ഒരു ഡപ്പയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതെന്റെ മുടിക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചെടുക്കാൻ ചെയ്യാം. ഇതെന്റെ മുടിക്ക് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. അതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലെ ഒഴിക്കേണ്ട ആവശ്യം വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ തന്നെ അതിൽ ഒരു വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് അത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കത് കിട്ടും. നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം വെള്ളം ഒരു കോട്ടന്റെ ശീല വിരിച്ച് നമുക്ക് അതിലൊഴിച്ച് നമുക്ക് നന്നായി പിഴിഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് പിഴിയാവുന്നതാണ്. യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ അതിൽ മുക്കി നമ്മുടെ സ്കാൽപ്പിലൊക്കെ പോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ തലയിൽ വെളിച്ചെണ്ണയോ എണ്ണയോ കാച്ചിയ എണ്ണയോ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നിങ്ങളുടെ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അത് ആദ്യം മറക്കല്ലേ, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ശേഷം 20 മിനിറ്റോ അല്ലെങ്കിൽ 25 മിനിറ്റോ നമ്മൾ അത് തല റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ ശേഷമാണ് തല നല്ലതുപോലെ കഴുകി കളയണം. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തോട് നിങ്ങൾക്ക് തല കഴുകാവുന്നതാണ്. അത് ഉപ്പില്ലാത്തതും ചൂടില്ലാത്തതും ആയിരിക്കണം മാത്രം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പച്ചവെള്ളത്തോട് തന്നെ നല്ലതുപോലെ കഴുകി എടുത്താലും മതിയായിരിക്കും. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ബൈ.